ടിപ്സിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. വീണ്ടും സുഭാഷിതം 18:22 ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. കർത്താവിൽ സ്നേഹഭാജനങ്ങളെ, ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുവാനാണ് ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഭാര്യയും ഒരു ഭർത്താവും, ഇല്ലെങ്കിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ബൈബിളിലെ വചനങ്ങളിലൂടെ നമുക്ക് കണ്ണോടിക്കാം. വചനം നമുക്ക് കേൾക്കുന്ന വചനം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അവരായിരിക്കുന്ന കുറവുകളോട് കൂടെ അംഗീകരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് മരണം വരെ, മകരം വരെയല്ല മരണം വരെ ഒന്നായി ജീവിക്കുവാൻ, നമ്മൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് മാതൃകയായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. ഉൽപ്പത്തി 3:16 കർത്താവ് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠിതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. മലാക്കി 2:14, 15, 16 വചനങ്ങളിൽ കർത്താവ് പറയാണ്, ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക, അവിശ്വസ്തത കാണിക്കരുത്. വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ല. വിശുദ്ധ ബൈബിൾ തൊട്ട് ഭാര്യയും ഭർത്താവും വിവാഹ ഉടമ്പടി ചെയ്യുന്നതല്ലേ. ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എല്ലാം ഒന്നിച്ചു ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിവാഹബന്ധം വേർപെടുത്താതിരിക്കാം. കർത്താവിന്റെ വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുകയും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കാം. എഫേസോസ് 5:33 നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എഫേസോസ് 5:23 പറയുന്നു, ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്, ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. 1 കൊറിന്തോസ് 7:3-5 മുതലുള്ള വചനത്തിൽ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. 1 പത്രോസ് 3:7 തിരുവചനം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്തു ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്.
അപ്പം ഭർത്താക്കന്മാര് നല്ലവണ്ണം പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതിരിക്കാൻ ഭാര്യമാരോടൊത്ത് അവർക്ക് തുല്യ അവകാശം നൽകി അവരെ ബഹുമാനിക്കണമെന്ന് കൊളോസോസ് 3:19 പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. ഭാര്യമാരെ സ്നേഹിക്കുകയും അവരോട് നല്ല പെരുമാറ്റം അവരോട് കാണിക്കണമെന്ന് മത്തായി 19:9 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. മത്തായി 5:32 പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. തീത്തോസ് 2:4 വചനം പറയുന്നു, ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകുവാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. 1 പത്രോസ് 3:1-6 വരെ തിരുവചനം പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ തന്നെ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. എഫേസോസ് 5:31 പറയുന്നു, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. 1 തിമോത്തി 3:12 വചനത്തിൽ പറയുന്നു, ഡീക്കന്മാർ ഏകപത്നീവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. അതുപോലെ എഫേസോസ് 5:22-33 വരെ തിരുവചനത്തിൽ കർത്താവ് ഭാര്യ ഭർത്താക്കന്മാരോട് പറയാണ്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുന്നു, അവരുടെ മുകളിൽ കയറരുതെന്ന്, അവരെ ഉപദ്രവിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ലെന്ന്. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ശിരസാണെന്ന്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. അതുപോലെ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇതാണ് എഫേസോസിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്.
അങ്ങനെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സ്നേഹിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് നല്ല മാതൃക കൊടുത്ത് അവരെയും സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലും മാതാപിതാക്കന്മാരുള്ള സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും വളർത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ ഉത്തമയായ കുടുംബിനിയായ അമ്മയായ ഭാര്യയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.